സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈമിംഗ് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് മോഡൽ ടെസ്റ്റിംഗ് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈ രണ്ട് ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ടോപ്പിക്കിൽ നമ്മൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എന്താണ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഒരു പമ്പിന് ഡിസൈൻ വാല്യൂസ് ഉണ്ട്. അതായത് പമ്പിൻ്റെ ഡിസ്ചാർജ്, ഹെഡ്, പവർ, സ്പീഡ്, എഫിഷ്യൻസി, ഈ കാര്യങ്ങളെല്ലാം ഡിസൈൻ വാല്യൂസ് ആയിരുന്നു നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തത്. അതായത് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ, പമ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിലാണെന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതായത് ബാക്കിയുള്ള കണ്ടീഷൻസ്, സ്പീഡ്, ഡിസ്ചാർജ്, ഹെഡ്, പവർ, ഇതെല്ലാം വേരിയേഷൻസ് വരാനായിട്ട് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എഫിഷ്യൻസി എപ്പോഴും കിട്ടിക്കൊള്ളുന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പമ്പിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടെസ്റ്റുകൾ നടത്തുകയാണ്. അതായത് ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം വേരി ചെയ്തിട്ട്, ഡിസ്ചാർജ് വാല്യൂസ് വേരി ചെയ്യുന്നു, ഹെഡ്, പവർ, സ്പീഡെല്ലാം വേരി ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നൊക്കെ ടെസ്റ്റ് റിസൾട്ട് എടുത്തിട്ട് ഈ റിസൾട്ടുകളെല്ലാം നമ്മൾ പ്ലോട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഗ്രാഫുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഗ്രാഫുകളെ അല്ലെങ്കിൽ ആ കർവ്സുകളെയാണ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. ഓക്കെ, സോ നമുക്ക് ഒരു ഗിവൺ പമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡിസ്ചാർജ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ് കാണാം, പവർ കാണാം, എഫിഷ്യൻസി കാണാം, സ്പീഡ് കണ്ടുപിടിക്കാം. നേരെ തിരിച്ചും ഹെഡ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് കാണാം, ഓക്കെ, എക്സെട്ര. സോ അതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് യൂസ് ചെയ്യുന്നത്. നോക്കാം. Defined as those curves which are plotted from the results of a number of tests. These curves are necessary to predict the behavior and performance of the pump. The following are important characteristic curves. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. സെക്കൻഡ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. തേർഡ്, കോൺസ്റ്റന്റ് എഫിഷ്യൻസി ഓർ മുഷൽ കർവ്സ്. കോൺസ്റ്റന്റ് എഫിഷ്യൻസിനെ ഐസോ എഫിഷ്യൻസി എന്നും പറയാറുണ്ട്. ഇതിൽ ആദ്യത്തെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്താണെന്ന് നോക്കാം. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് കർവ് അല്ലെങ്കിൽ ആ പ്ലോട്ട്. ഇവിടെ എക്സ് ആക്സിസിൽ സ്പീഡാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, വൈ ആക്സിസിൽ പവർ, ഹെഡ്, ഡിസ്ചാർജ്. ഹെഡ് എന്ന് പറയുന്നത് HM ആണ്, മാനോമെട്രിക് ഹെഡാണ്. ഇത് ഒരു ഒറ്റ വാല്യൂ വെച്ചിട്ടല്ല അത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഈ കർവുകളും ഈ ലൈൻസ് എല്ലാം പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തവണയായിട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഒരു ഗിവൺ പമ്പിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈൻ വാല്യൂ റെഫറൻസ് ആക്കി വെച്ചിട്ട് പമ്പ് ആദ്യം റൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ വാല്യൂന്ന് വേരിയേഷൻസ് വരുത്തിയിട്ട് ആ കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ടാണ് ഈ പ്ലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുക. നോക്കാം. ഇതിൽ പവർ നമ്മൾ മുമ്പ് മോഡൽ ടെസ്റ്റിങ് പറഞ്ഞ സമയത്ത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവറിൻ്റെ കേസിൽ നോക്കൂ, മോഡൽ ടെസ്റ്റിങ്ങിൽ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ക്യൂബ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ N ക്യൂബ് വെച്ചിട്ടുള്ള കർവ് വരയ്ക്കാൻ പറ്റുന്നു. P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ N ക്യൂബ് ആയതുകൊണ്ട് ഇത് ക്യൂബിക് കർവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ കർവ് വരയ്ക്കുന്ന സമയത്ത്, പവറിൻ്റെ കർവ് വരയ്ക്കുന്ന സമയത്ത് പവർ വേഴ്സസ് സ്പീഡ് കർവാണ്. ആ സമയത്ത് Q ആൻഡ് H, ഹെഡും ഡിസ്ചാർജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഹെഡും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മുൻപ് മോഡൽ ടെസ്റ്റിംഗ് ചെയ്ത അതേപോലെ ഓക്കെ, root HM is directly proportional to DN. Therefore, H is directly proportional to N square. HM is directly proportional to N square എന്ന് വന്നാൽ നമുക്ക് പാരബോളിക് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും ഇവിടെ കിട്ടുക. H is directly proportional to N square ആണ്. Therefore, the curve will be parabolic. നോക്കുക, ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് കർവ് എന്ന് പറയുന്നത് Q is directly proportional to N. ഡിസ്ചാർജ് സ്പീഡായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതും നമുക്ക് മോഡൽ ടെസ്റ്റിംഗ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. നോക്കാം, Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D ക്യൂബ് N. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്ന് വരും. ആ റിലേഷൻ വെച്ചിട്ടാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ലീനിയർ ആയിട്ടുള്ള കർവ് ആയിരിക്കും, അതായത് സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്കുണ്ടെങ്കിൽ
കറസ്പോണ്ടിങ് അതർ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും ഈ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, സ്പീഡ് ഓഫ് ദ പമ്പ് ഉണ്ടെങ്കിൽ ആ ഗിവൺ സ്പീഡ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും, ഡിസ്ചാർജ് ഇവിടെ വൈ ആക്സിസിൽ കിട്ടും, അതേപോലെ ഹെഡ് വൈ ആക്സിസിൽ കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിൽ കിട്ടും, പവറും കിട്ടും. ഓക്കെ, നേരെ തിരിച്ച്. അപ്പോൾ നമുക്കിവിടെ ഡിസ്ചാർജ് വാല്യൂ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡും കണ്ടുപിടിക്കും. ഇതാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവാണ്. നോക്കാം. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഡിസ്ചാർജ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, വൈ ആക്സിസിൽ എഫിഷ്യൻസി, പവർ, ഹെഡ്, ഇത്രയും കാര്യങ്ങളാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻപുട്ട് പവറിന് ഒരു സെപ്പറേറ്റ് കർവുണ്ട്, ഔട്ട്പുട്ട് പവറിന് സെപ്പറേറ്റ് കർവുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻപുട്ട് പവറിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 അല്ല, ഒറിജിനലിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻപുട്ട് പവർ, അതായത് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻപുട്ട് പവർ, ഈവൻ 0 ഡിസ്ചാർജ് ആണെങ്കിലും ഇൻപുട്ട് പവർ കുറച്ച് ആവശ്യമുണ്ട്. അതായത് മെക്കാനിക്കൽ ലോസസിനെല്ലാം എന്താ പറയുക, തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻപുട്ട് പവർ ആവശ്യമുണ്ട്. അതാണ് ഡിസ്ചാർജ് ഈവൻ 0 ആയാൽ കൂടി നമുക്ക് ഇൻപുട്ട് പവറിൻ്റെ വാല്യൂ കുറച്ച് പോസിറ്റീവായിട്ട് കിട്ടുന്നു. ഇനി ഔട്ട്പുട്ട് പവർ നോക്കുക. ഔട്ട്പുട്ട് പവർ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡിസ്ചാർജ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് പവർ 0 ആയിരിക്കും. ഇതാണ് ഔട്ട്പുട്ട് പവറിൻ്റെ കർവ്. ഇനിയുള്ളത് ഹെഡാണ്. ഡിസ്ചാർജ് 0 ആണെങ്കിൽ നമുക്കൊരു ഹെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈവൻ ഡിസ്ചാർജ് 0 ആണെങ്കിലും ഹെഡ് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. എഫിഷ്യൻസി വിൽ ബി 0 വെൻ ഡിസ്ചാർജ് ഈക്വൽ ടു 0. എഫിഷ്യൻസി ഡിസ്ചാർജ് 0 ആണെങ്കിൽ 0 ആയിട്ട് തന്നെ കിട്ടും. ഇനി എഫിഷ്യൻസിക്ക് ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ ഡിസൈൻ വാല്യൂ. മുൻപ് പറഞ്ഞ പോലെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ, അത് നമ്മുടെ ഡിസൈൻ ഡിസ്ചാർജ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ ഇവിടെ ഡിസൈൻ ഡിസ്ചാർജ് വാല്യൂ വെച്ചിട്ട് പമ്പ് വർക്ക് ചെയ്ത് കണ്ടീഷൻസ് വേരി ചെയ്തിട്ടാണ് ഈ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ്, അല്ലെങ്കിൽ ഐസോ എഫിഷ്യൻസി കർവ്സ്, അല്ലെങ്കിൽ മുഷൽ കർവ്സ്. ഇതാണ് ആ കർവ്. ഇവിടെ രണ്ട് കർവുകളുണ്ട്. രണ്ട് കർവും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് വരയ്ക്കാൻ പറ്റും. ഈ കാണിച്ചിട്ടുള്ള ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഹിഡൻ ലൈൻസിലാണ് നമ്മൾ ഐസോ എഫിഷ്യൻസി കർവ്സ് എന്ന് വരയ്ക്കുന്നത്. ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവാണ്. ഇതാണ് എഫിഷ്യൻസി. ഇവിടെ എക്സ് ആക്സിസിൽ ഡിസ്ചാർജ്, വൈ ആക്സിസിൽ എഫിഷ്യൻസി ആയിരിക്കും. ആൻഡ് ഈ കർവുകളായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. അതായത് ഡിഫറെൻറ്റ് സ്പീഡ് കണ്ടീഷൻസിൽ N1 എന്ന് പറയുന്ന സ്പീഡ്, N2, N3, N4, ഈ സ്പീഡുകളിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കർവ്ഡ് ലൈൻസ് ആയിരിക്കും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഹെഡ് ആൻഡ് ഡിസ്ചാർജ് തമ്മിലുള്ള ഒരു പ്ലോട്ടും കാണിച്ചിട്ടുണ്ട്. Q എക്സ് ആക്സിസ്, ഹെഡ് വൈ ആക്സിസ്. ഇവിടെയും ഡിഫറെൻറ്റ് സ്പീഡ്സിൽ, അതായത് N1, N2, N3, N4 സ്പീഡ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കർവ്സ് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ടുള്ള ഐസോ എഫിഷ്യൻസി കർവ്സ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു എഫിഷ്യൻസി വാല്യൂ സെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു 80% ആണെന്ന് വിചാരിക്കുക. ഫോർ 50% എടുത്തോളൂ എക്സാമ്പിളായിട്ട്. എഫിഷ്യൻസി ഒരു 50% ആണ് ഈ കാണിച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ N1ൻ്റെ കർവ്, N1 സ്പീഡിലുള്ള കർവിൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ കട്ട് ചെയ്യും. ഓക്കെ, ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ മുകളിലത്തെ പ്ലോട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അവിടെയും N1ൻ്റെ കർവ് ഉണ്ട്. N1ൻ്റെ കർവിൽ ഇവിടെയാണ് ടച്ച് ചെയ്യുക. ഓക്കെ, അതേപോലെ ഇവിടെ N2 സ്പീഡിൻ്റെ കർവിൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റ് നേരെ മുകളിലേക്ക് N2 കർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സിമിലർലി ബാക്കിയുള്ള N3, N4 ഈ രണ്ട് സ്പീഡ്സിൻ്റെയും പോയിന്റ്സ്, ഫോർ കോൺസ്റ്റന്റ് എഫിഷ്യൻസി പോയിന്റ്സ് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ കൺസിഡർ ചെയ്ത എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും അതേപോലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സിനെല്ലാം ജോയിൻ ചെയ്താൽ കിട്ടുന്ന കർവായിരിക്കും ഈ കാണിച്ചിട്ടുള്ള ഡോട്ടഡ് ലൈൻ. കണ്ടോ, ഇതിനാണ് നമ്മൾ ഐസോ എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്, അതായത് മുഷൽ കർവ്സ് ഓർ കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻസ്.
ഇതേപോലെ നമുക്ക് ഇവിടെ ഈ എഫിഷ്യൻസി ഈ ഹൊറിസോണ്ടൽ ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് 50% ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 60%നോ 70%നോ 80കോ 90കോ ഒക്കെ ഇവിടെ ലൈൻസ് വരച്ച് ഇതേപോലെ കർവ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടിയിട്ടുള്ള കർവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നതല്ല. ഓക്കെ, സോ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ 50% കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ കർവാണിത്. അതേപോലെ 50ക്ക് മുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും കർവ് വരിക, 70 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വരിക, 80 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് കർവുകൾ ഇവിടെ ചെറുതായി വരും. ഓക്കെ, മിഷൽ കർവ്സ് അല്ലെങ്കിൽ ഐസോ എഫിഷ്യൻസി കർവ്സ് ചെറുതായി വരും. എഫിഷ്യൻസി ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടുത്തെ വലിയ കർവ് വരും. ഇവിടെ എഫിഷ്യൻസി വാല്യൂ കുറവാണെങ്കിൽ ഇവിടെ വലിയ കർവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് മുൻപ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഹൈ എഫിഷ്യൻസി വാല്യൂ ഒരു 90% എഫിഷ്യൻസി കിട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ ഹെഡ്, എന്താണ് അതിൻ്റെ ഡിസ്ചാർജ്, ഏതൊക്കെയാണ് ഡിസ്ചാർജും ഹെഡും വരിക എന്നുള്ളത് ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. പമ്പിൻ്റെ ബിഹേവിയറും അതുപോലെ അതിൻ്റെ പെർഫോമൻസും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ കാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.